ബിനീഷ് കൊടിയേരി ചേരുന്നു. ബിനീഷ്, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അഗ്നിയിൽ അമരൻ. എങ്ങനെ വി എസിനെ ഓർത്തെടുക്കാൻ കഴിയും? അല്ല, ഇതൊരു പുതിയ വി എസ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചരിത്രമായിരുന്നു. വി എസ് മരണപ്പെടുമ്പോഴും ചരിത്രമായി തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വിലാപയാത്രയല്ല അത് മാറിയിരിക്കുന്നത്. അതൊരു ചരിത്രത്തിന്റെ പാഠപുസ്തകമായി പുതിയ വരുന്ന തലമുറയിലുള്ള കുട്ടികൾ, നമ്മൾ ജെൻസി കിഡ്സ്, ആൽഫ കിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പുതിയ തലമുറയിലെ കുട്ടികൾ പോലും വി എസിനെ പഠിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വി എസിനെ വെറുതെ ഒരു നോക്ക് കാണുവാൻ, ഒറ്റ നോക്ക് കാണുവാൻ, ഒരു മുഷ്ടി ചുരുട്ടി ഒരു അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഞാൻ ദർബാർ ഹാള് തൊട്ട് ഹരിപ്പാട് വരെ കൂടെ ഉണ്ടായിരുന്നു. അവരെയുള്ള 2 മണിക്കും 3 മണിക്കുമൊക്കെ അമ്മമാരുടെ ഒക്കത്തും അല്ലെങ്കിൽ അച്ഛന്മാരുടെ കൈ പിടിച്ചുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വി എസിനെ കാണാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേവലം ഒരു കാണൽ മാത്രമല്ല, അതൊരു വി എസ് എന്താണെന്ന് പഠിക്കുന്നു, പോരാട്ടങ്ങൾ എന്താണെന്ന് പഠിക്കുന്നു, പുന്നപ്ര എന്താണെന്ന് പഠിക്കുന്നു, വയലാർ എന്താണെന്ന് പഠിക്കുന്നു, കർഷക തൊഴിലാളികളുടെ ജീവിതം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് പഠിക്കുന്നു, ഈ കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു പാഠശാലയായി കൂടി മരണപ്പെട്ടപ്പോൾ പോലും വി എസ് മാറുന്നു. ഒരു 5-6 വർഷമായിട്ട് വി എസ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പൊതുധാരയിൽ ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ഈ പറയുന്ന വി എസിനെ മനസ്സിലാക്കിയ ആളുകളുണ്ടോ എന്ന് സംശയം ജനിപ്പിച്ചിരുന്നവരുടെ എല്ലാം വായടപ്പിക്കുന്ന തരത്തിലേക്കുള്ള ജനസഞ്ചയം അല്ലെങ്കിൽ അതൊരു ജനകീയമായിട്ടുള്ള ഒരു യാത്രയയപ്പ് പക്ഷേ നമ്മളെ എല്ലാവരും അതിശയിപ്പിച്ചതും അതാണ്. കാരണം ഇത്രയധികം വർഷങ്ങൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന ഒരാളെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഹൃദയത്തിലേറ്റി രാത്രി മഴയൊന്നും വകവയ്ക്കാതെ ഈ കൊല്ലത്തും പ്രത്യേകിച്ച് കായംകുളത്തും അടക്കം ചെങ്ങന്നൂർ ഉൾപ്പെടെ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം പാതിരാത്രിയിൽ മുഴക്കിയ ആയിരക്കണക്കിന് ആളുകൾ. എങ്ങനെ ഒരു നേതാവിന് ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യം കൂടിയല്ലേ അത്? ബാക്കി ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുകയും ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുകയും ജനകീയ വിഷയങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ ജനങ്ങൾ വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി എസ് എന്നുള്ളത്. ഇപ്പോൾ നാളെ വി എസ് എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നലെ വി എസ് എന്തെന്നുള്ളതല്ല, വി എസ് എപ്പോഴും നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമായി, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചരിത്ര പാഠമായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് മാറാൻ പോകും. ഒരു കാര്യം കൂടി, കോടിയേരി താങ്കളുടെ അച്ഛൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴുമെല്ലാം വി എസ് എമായി ഉണ്ടായിരുന്ന ഒരു റാപ്പോ ഉണ്ടായിരുന്നു. അത് കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്താണ്. കോടിയേരി നേരത്തെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. കോടിയേരിയുമായും വി എസ് എമായുള്ള ഒരു അവരുടെ ഇടയടുപ്പം എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? 2006 ഭരണം, 2006 LDF ഗവൺമെന്റ് എന്നുള്ളത് ഞാൻ എപ്പോഴും LDF ഗവൺമെന്റുകളെ വിലയിരുത്തപ്പെടുന്ന ഒന്ന്, ഏറ്റവും നന്നായിട്ട് ഭരിച്ച ഒരു ഗവൺമെന്റ് എന്നുള്ളതിന്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു 2006. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വിഭാഗീയത വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് നീളിച്ചു നിന്നിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അന്ന് വി എസ് മുഖ്യമന്ത്രിയും കോടിയേരി ആഭ്യന്തരമന്ത്രിയായി നിൽക്കുമ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും, ഇത് എത്തരത്തിലുള്ളൊരു ഭരണമാവും, ഇത് ഭരണമായിട്ട് നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വലിയ ആശങ്ക എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വി എസും കോടിയേരിയും തമ്മിലുള്ള ഭയങ്കരമായ ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു രസതന്ത്രമാണ് പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. വി എസ് പറയുന്നതിനെ കോടിയേരി അംഗീകരിക്കുകയും അച്ഛൻ പറയുന്നത് വി എസിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം എന്നുള്ളത്. പിന്നെ അച്ഛനോട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വി എസിന് എപ്പോഴും ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വാത്സല്യത്തോടു കൂടി തന്നെയാണ് വി എസ് അച്ഛനോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനകീയമായി ഇടപെട്ട 2 നേതാക്കളാണ്. ജനകീയമായിട്ട് ഇടപെട്ട വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ 2 പേരാണ്. അതാണ് അവരെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കേൾക്കുവാൻ തയ്യാറാവുന്ന 2 പേർ. കേൾക്കുവാൻ, നമുക്ക് ഒരു വിഷമം പറയുമ്പോൾ കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ 2 പേരും ഒരേ പാതയിലായിരുന്നു. എന്തായാലും ആ ഒരു കേൾക്കാൻ തയ്യാറായ മനസ്സുകൾക്ക്, ആ മുഖങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആദരവ്, അന്ത്യാദരവ് അത് തന്നെയായിരിക്കും ഇവിടെ വി എസിനും ലഭിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളി MLA കൂടിയായ ചാണ്ടി ഉമ്മൻ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി സൗഹൃദം പങ്കിടുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം പ്രതികരണങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ തയ്യാറായേക്കുമെന്നാണ് സൂചന. ചാണ്ടി, ഒരു മിനിറ്റ്, അല്പസമയം മാത്രമേ ഉള്ളൂ വി എസ് ഓർമ്മയാകാൻ. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം വി എസും തമ്മിലുള്ള
രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾക്ക് പലപ്പോഴും നിയമസഭ വേദിയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തി ജീവിതത്തിൽ അവരുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടേയില്ല. എങ്ങനെയാണ് VS ഓർത്തെടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പതിറ്റാണ്ടുകളുടെ ബന്ധം ഇരുവരും തമ്മിലുണ്ട്. ഞാനിന്നും ഓർക്കുന്നത്, ഞാനിന്ന് രാവിലെയും എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ നിര്യാണം, ആ നിര്യാണം നടന്ന വേദിയിൽ, സംസ്കാര വേദിയിൽ എന്റെ പിതാവും അദ്ദേഹം ഒരുമിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പൊ തിരിച്ചു വരുമ്പോൾ എവിടെയോ ഒരു ഭയങ്കര ജനക്കൂട്ടം, ഇതുപോലെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാണുവാൻ നിൽക്കുമ്പോൾ എവിടെയോ വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതായി. 2 വണ്ടിയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാണാത്തപ്പം വളരെയധികം വിഷണ്ണനായി എന്റെ പിതാവ്. അപ്പം ഒത്തിരി അന്വേഷിക്കുന്നത്, അതായത് എന്നെ കാണാത്ത അവസ്ഥയിൽ എന്നെ അന്വേഷിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്ന എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷവുമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെയധികം ഒരു ബന്ധം, ഹൃദയബന്ധം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കും, രാഷ്ട്രീയ വ്യത്യാസം അവിടെ നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇന്നും നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായി വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് ഉണ്ടായ വിലാപയാത്ര, അതിൽ തടിച്ചുകൂടിയ ജനങ്ങൾ, VSന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദരവ്, ഇത് തമ്മിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജനഹൃദയങ്ങളിൽ ജീവിച്ച 2 നേതാക്കൾക്ക് ലഭിച്ച ജനങ്ങളുടെ അന്ത്യാദരവ് എന്ന തരത്തിൽ ചാണ്ടി എങ്ങനെയാണ് അതിനെ നോക്കി? ഇതിനകത്ത് ഒരു ഓരോരുത്തരും അവരുടെ സ്ഥാനമുണ്ട്. ജനമനസ്സിൽ ആരും എന്താ പറയാ നിഷ്പ്രഭല്ല. ഇപ്പം ശ്രീ VS അച്യുതാനന്ദന്റെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, എന്റെ പിതാവിനുള്ള സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, ഓരോ PK നായനാരുടെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അപ്പം പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിലൊരു ക്രെഡിറ്റ് തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫൻസ് ഒപ്പീനിയന്റെ കാര്യമില്ല. അപ്പം ആരും മറ്റൊരാളുള്ളപ്പോൾ നിഷ്പരാവുന്നില്ല. അവർ ശക്തരായി തന്നെ നിലനിൽക്കുന്നു. കാരണം ശ്രീ VS അച്യുതാനന്ദന്റെ കോൺട്രിബ്യൂഷൻ അത് പൊതുസമൂഹത്തിന് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമുക്കിപ്പോ രാഷ്ട്രീയമായി യോജിക്കണമെന്നില്ല, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് യോജിച്ചൊന്നില്ല. പക്ഷെ അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയുള്ള സമരങ്ങൾ, അതൊക്കെ വലിയ കോൺട്രിബ്യൂഷനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന്റേതായ വെയിറ്റേജും അതിന്റേതായ വിലയും പൊതുമനസ്സിന്റെ മുന്നിൽ VS അച്യുതാനന്ദനുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വാധീനം ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ VSന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ കരുതുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തന്നെ പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയമായി വേർപെട്ട് നിൽക്കുമ്പോഴും എന്റെ ഫാദറുമായിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയാ വിയോജിപ്പുകൾ ഉള്ളപ്പോഴും ഉണ്ടായിരുന്ന ഒരു ബന്ധം അത് ഇന്നും നിലനിൽക്കുന്നു. എന്റെ ഫാദറിന് വളരെയധികം റെസ്പെക്ട് ഉണ്ടായിരുന്ന നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ. തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ യോജിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽ പോലും എല്ലാ കാര്യം യോജിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ അതിന്റേതായ പൊതുസമൂഹത്തിൽ വരുമ്പോൾ രാഷ്ട്രീയത്തിന് കാര്യത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ വിയോജിപ്പുകളിലും നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രധാന കാര്യം. വളരെ നന്ദി പ്രതികരണത്തിന്.